ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയും ഒരു ട്രാവൽ വ്ളോഗ് തന്നെയാണ് കേട്ടോ. ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് അറിയണ്ടേ? ഇന്നത്തെ യാത്ര ഇരവികുളം നാഷണൽ പാർക്കിലേക്കാണ്. കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് മൂന്നാർ. ഈ മൂന്നാറിൻ്റെ ഭാഗമാണ് പരിസ്ഥിതി പ്രാധാന്യമേറെയുള്ള ജൈവമണ്ഡലമായ ഇരവികുളം നാഷണൽ പാർക്ക്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണിത്. 1978 ഇത് സ്ഥാപിതമായത്. ഏകദേശം 97 കിലോമീറ്റർ സ്ക്വയർ ഏരിയയിലാണ് ഈ പാർക്ക് ഉള്ളത്. ഈ ഒരു സ്ഥലത്തു നിന്നാണ് നമ്മുടെ പാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ അത്യാവശ്യം സ്ഥലമുണ്ട്. ഈ എൻട്രൻസിൻ്റെ അവിടെയും കുറച്ച് പാർക്കിംഗ് സ്പേസ് ഉണ്ട് ചെറിയ വണ്ടിക്കൊക്കെ. പിന്നെ അങ്ങ് ഉള്ളോട്ട് ചെല്ലുമ്പോൾ അവിടെയും വലിയ വണ്ടികൾക്കൊക്കെ ഉള്ള പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഇനി നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ അവിടെ കുറേ ഈ വെൻഡിങ് മെഷീൻസ് ഉണ്ടല്ലോ, ടിക്കറ്റ് വെൻഡിങ് മെഷീൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ടിക്കറ്റ്സ് എടുക്കാം. അവിടെ ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ടാവും. സ്വന്തമായിട്ട് എടുക്കാൻ അറിയാവുന്നവർക്ക് സ്വന്തമായിട്ട് എടുക്കാം. അതുപോലെ നമുക്ക് ഓൺലൈൻ ബുക്കിങ്ങും ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ മറ്റൊരു പ്രത്യേകത VR ആണ്. നമുക്ക് ഈ പാർക്കിൻ്റെ ഒരു ഇമേജ് ഫുള്ളായിട്ട് നമുക്കൊരു 3D വീഡിയോ ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ആ ഒരു പാർക്കിൻ്റെ ഉള്ളിലൂടെ നടക്കാം, മൃഗങ്ങളെയൊക്കെ തൊട്ടടുത്ത് തന്നെ കാണാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഒരാളുടെ ടിക്കറ്റ് ചാർജ് 100 രൂപയാണ്. അത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ബസ് കിടക്കുന്ന സ്ഥലത്തേക്ക് പോകാം. ഇവിടുത്തെ ബസ്സിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത്യാവശ്യം ആൾ കയറി നിറഞ്ഞു കഴിയുമ്പോഴത്തേനും അവർ വണ്ടി എടുക്കും. ഈ ഒരു ബസ് യാത്ര എന്ന് പറയുന്നത് അത്യാവശ്യം അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു യാത്രയാണ് കേട്ടോ. നമുക്കൊരു ട്രെക്കിങ്, ഈ ജീപ്പിലൊക്കെ ട്രെക്കിങ്ങിന് പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. നമ്മൾ ആ ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് പോകുമ്പോഴുള്ള ആ ഒരു വഴിയെന്ന് പറഞ്ഞാൽ ഫുള്ള് പച്ചപ്പാണ് കേട്ടോ. ഫുള്ള് തേയിലത്തോട്ടമാണ്. തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടെ ഉള്ള റോഡിൽ കൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ബസ്സിൻ്റെ ഡ്രൈവർ, അവരൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് കേട്ടോ. ഭയങ്കര എക്സ്പേർട്സ് ആണ്. ഈ ഒരു വഴി കൂടെ ഓടിക്കണമെങ്കിൽ അത്യാവശ്യം എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഇത്രയും നാരോ ആയിട്ടുള്ള വഴിയാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ബസ്സും തിരിച്ചു വരുന്നുണ്ട്. സ്ഥലമുള്ള ഏതെങ്കിലും ഒരിടത്തൊക്കെ ഒതുക്കി കൊടുത്തിട്ടാണ് അവിടെ നിന്ന് വരുന്ന വണ്ടികൾക്കൊക്കെ പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നത്. നമ്മുടെ മുന്നിൽ ഈ കാണുന്ന വിശാലമായ പർവ്വതനിരയെന്ന് പറയുന്നത് ആനമുടിയാണ് കേട്ടോ. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. ഇത് നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്കിലാണ് ഉള്ളത്. ഈ നാഷണൽ പാർക്കിലെ മറ്റൊരു സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി 2030 നീലക്കുറിഞ്ഞി പൂക്കുന്നത്. ആനമുടി കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഒരു ഒറ്റക്കൊമ്പൻ നിൽക്കുന്ന പോലെ തന്നെ വളരെ മനോഹരമായിട്ടാണല്ലേ ആ ഒരു കൊടുമുടിയുടെ നിപ്പ്. ഇതിവിടെ ഒരു ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അത് രാജമല ചെക്ക് പോസ്റ്റാണ്. ഒരു കാട്ടിനുള്ളിലൂടെയുള്ള യാത്ര. എന്ത് രസമല്ലേ. ഇവിടെ ചെറിയൊരു വാട്ടർഫോളൊക്കെ ഉണ്ട്. ചൂട് സമയമായതുകൊണ്ടായിരിക്കും അധികം വെള്ളമൊന്നുമില്ല. നമ്മൾ എൻട്രി പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ എൻട്രി പോയിന്റ്. ഇവിടെ ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട്. അത് നമുക്ക് പോയിട്ട് തിരിച്ചു വരുമ്പം കാണാം. ആ ഒരു മ്യൂസിയത്തിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴി കൂടെ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു റെസ്റ്റോറൻറ്റും ചെറിയൊരു വാഷ്റൂമൊക്കെ ഉണ്ട്. വാഷ്റൂമൊക്കെ യൂസ് ചെയ്യേണ്ടവർക്ക് ഇവിടെ താഴേന്ന് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഒരു നാഷണൽ പാർക്കിലേക്ക് കയറുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യം, പ്ലാസ്റ്റിക് ഒന്നും ഉള്ളിൽ കൊണ്ടുപോയി ഇടാൻ പാടില്ല കേട്ടോ. നമ്മളുടെ പ്രകൃതിനെ നമ്മൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം അല്ലേ. പിന്നെ അവിടെ കയറി വരുന്ന സ്ഥലത്ത് 1-2 ചെയറൊക്കെ ഉണ്ട്. അവിടെ റെസ്റ്റ് ചെയ്യേണ്ടവർക്ക് റെസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് വരയാടുകൾ നമ്മളുടെ അടുത്തൂടെ പോകും. അപ്പോൾ അവരെയൊക്കെ കാണുന്നത് കൊണ്ടോ ഫോട്ടോ എടുക്കുന്നതുകൊണ്ടോ പ്രശ്നമൊന്നുമില്ല. അവരെ ടച്ച് ചെയ്യരുതെന്നാണ് പറയുന്നത്. കാരണം ചില സമയത്ത് അവരെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ടച്ച് ചെയ്യുന്നതൊന്നും അവർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. പിന്നെ പോകുന്ന വഴിയിലെല്ലാം ഓരോ പോസ്റ്റേഴ്സ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഹിസ്റ്ററിയെ പറ്റിയിട്ടും ഈ അനിമൽസിനെ പറ്റിയിട്ടും ഒക്കെ. പിന്നെ നമുക്കിതൊക്കെ വായിച്ച് നടന്നു പോകാം. കൂട്ടത്തിൽ വരയാടുകളെയൊക്കെ കാണാം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഈ പാർക്ക് അടച്ചിടും. കാരണം
വരയാടുകളുടെ പ്രജനന സമയമാണ്. അപ്പോൾ അതിൻ്റെ കുട്ടികൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പാർക്ക് അടച്ചിടുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ വംശം നശിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ പുതുതായി ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ വളരെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആ സമയങ്ങളിൽ കഴിവതും പോവാതെ ബാക്കിയുള്ള സമയങ്ങളിൽ പോകാൻ ശ്രമിക്കുക. രാവിലെ 7-8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഇവിടുത്തെ സന്ദർശന സമയം. ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത് രാജമല എന്നാണ് കേട്ടോ. അപ്പോൾ ഈ രാജമലയിൽ നമുക്ക് പോകാൻ പറ്റുന്ന കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ. ബാക്കി അപ്പുറത്തേക്ക് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. ഇവിടെ ചെറിയൊരു കാവ് പോലെ എന്തോ സംഭവമൊക്കെ ഉണ്ട്. അവിടെ ഒരു ദൈവമൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഇത് അറിയപ്പെടുന്നത് ഷോല ഫോറസ്റ്റ് എന്നാണ്. മലയാളത്തിൽ ചോളവനം എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു. ഷോല ട്രീസിൻ്റെ ശിഖരങ്ങളൊക്കെ ഇങ്ങനെ വളർന്ന് ഇങ്ങനെ ഒന്നിച്ച് കോർത്തിണങ്ങി കിടക്കുന്നത് കൊണ്ടാണ് ഇതിനെ ഷോള ഫോറസ്റ്റ് എന്നറിയപ്പെടുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ബ്രിഡ്ജ് ഏരിയയൊക്കെ ഉണ്ട്. അതിൽ കൂടെയൊക്കെ നമുക്ക് നടക്കാം. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. പിന്നെ ഈ ഒരു വരയാട് ഈ വോളിൻ്റെ മുകളിൽ കുറേ നേരമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോസ് ചെയ്തൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വരെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇതിനപ്പുറത്തോട്ട് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. ഇനി നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ തിരിച്ചിറങ്ങാൻ ടൈം ആയപ്പോഴത്തേക്കും ഫുള്ള് കോട കയറിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ആ ആനമുടിയുടെ മുകളിൽ ഇങ്ങനെ കോട നിറഞ്ഞ് നിൽക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇങ്ങനെ കോട കയറാൻ തുടങ്ങിയത്. പിന്നെ നമ്മൾ ലാസ്റ്റ് ആദ്യം പറഞ്ഞ ആ ഒരു മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയതായിരുന്നു. അപ്പോൾ അവിടെ കുറേ പിക്ചേഴ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. സ്റ്റോറി ഓഫ് ദ പാർക്ക് എന്നാണ് ഈ ഒരു മ്യൂസിയത്തിന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പം പണ്ടുണ്ടായിരുന്ന ബേർഡ്സും ആനിമൽസിൻ്റെയൊക്കെ കുറേ ഫോട്ടോസും അതിൻ്റെ കുറച്ച് ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബട്ടർഫ്ലൈസും ഫ്ലവേഴ്സിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമേ ഈ ഒരു മ്യൂസിയത്തിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ രാവിലെയാണ് പാർക്ക് വിസിറ്റ് ചെയ്യാൻ പോയത്. അപ്പോൾ ഏകദേശം ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഈ പാർക്കിനോട് ചേർന്ന് തന്നെ അകത്ത് നമുക്ക് ഫുഡ് കഴിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. ഇതാണ് അവരുടെ കിച്ചൺ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഉച്ച സമയം ആയതുകൊണ്ട് മീൽസാണ് ഓർഡർ ചെയ്തത്. നല്ല ചോറായിരുന്നു, കറികൾക്കെല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇവിടെ നമുക്കൊരു ഷോപ്പുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാം. ഇവിടെ തന്നെ ഉണ്ടാക്കിയ സോപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ പൈനാപ്പിൾ ക്രഷ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്നുള്ളവർക്ക് വാങ്ങിക്കാം.
കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അടുത്ത ഞങ്ങൾ ആനത്താവളത്തിലേക്കായിരുന്നു പോയത്. പക്ഷേ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. മാത്രമല്ല മഴയും കൂടെ ആയതുകൊണ്ട് നമ്മൾ അവിടെ അധികം നേരം നിന്നില്ല. അപ്പോഴേ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു എക്കോ പോയിൻറ്റും കൂടെ വിസിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. ഇതാണ് കേട്ടോ ആ എക്കോ പോയിൻറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഈ വീഡിയോയിലോ ഉൾപ്പെടുത്തുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ഗൈസ്.